എനിക്ക് അനിൽകുമാറിനോട് പറയാനുള്ളത്, എൻ്റെ സുഹൃത്ത് അനിൽകുമാറെ, താങ്കളുടെ നേതാവ് ബാലഗോപാൽ വാസ്തവത്തിൽ ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ആ TP ശ്രീനിവാസനെയും അതുപോലെ ആ പുഷ്പനെയും അവരോട് ഒന്ന് വണങ്ങുകയോ അവരോട് ഒരു മാപ്പ് പറയുകയോ ചെയ്തിട്ട് വേണമായിരുന്നു വാസ്തവത്തിൽ ഈ ബജറ്റിൻ്റെ ചർച്ച ആരംഭിക്കാൻ. എന്തായാലും എനിക്ക് ഒരു കാര്യം വളരെ സന്തോഷമായി. ഇന്നലെ വരെ CPM കൊണ്ടു നടന്ന കേരള മോഡൽ പരാജയപ്പെട്ടു. സ്വകാര്യ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. ഒരു ചൈനീസ് മോഡൽ കമ്മ്യൂണിസം, അതായത് ഒരു ബൂർഷാസി കമ്മ്യൂണിസം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. നന്നായി. ഒരു കാര്യം കൂടി ഞാൻ അനിൽകുമാറിനോട് പറയാൻ ആഗ്രഹിക്കുന്നതിന്, മേലാൽ നിങ്ങൾ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് BJP സർക്കാരിനെ അധിക്ഷേപിക്കാനോ BJPയെ എതിർക്കാനോ നിങ്ങൾക്ക് നാവ് പൊന്തരുത് എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക. കാരണം ബജറ്റിലെ മൊത്തം പ്രതീക്ഷ എന്ന് പറയുന്നത് ദൈവമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദൈവം അദാനിയായി വാഴ്ത്തപ്പെട്ടിരിക്കുന്നു ബജറ്റിൽ എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, കണ്ടൻ്റ് ഇല്ലാത്തൊരു എസ്സേ മാത്രമാണ് ഈ പ്രാവശ്യത്തെ ബജറ്റ്. ഒന്നുമില്ല ബജറ്റിൽ, പറയാനായിട്ട് ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റും ഈ പ്രാവശ്യത്തെ ബജറ്റും തമ്മിലുള്ള താരതമ്യം ഉണ്ടാവണം. ആ താരതമ്യത്തിൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഒരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചതെന്ത്, നടപ്പായതെന്ത്, ഇപ്രാവശ്യം പ്രഖ്യാപിക്കുന്നതെന്ത്, നടപ്പാക്കാൻ കഴിയുമോ? ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചു, ആ പ്രഖ്യാപിച്ചത് 40% പോലും നടപ്പാക്കിയിട്ടില്ല. ഏതാണ്ട് കഷ്ടി 40 എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും പ്രഖ്യാപനങ്ങളുണ്ട്. ഇപ്പം ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട്, ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവരെ പ്രഖ്യാപിച്ചതിൻ്റെ 3% നടപ്പിലായത്. 3%. ഏത് പാക്കേജും, കുട്ടനാട് പാക്കേജായാലും വയനാട് പാക്കേജായാലും, ഇവർ പ്രഖ്യാപിച്ചതും ഇവർ നടപ്പാക്കിയതും തമ്മിൽ ഒരു ബന്ധവുമില്ല. സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന കേരള സർക്കാർ ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഈ കേരളത്തെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം ഈ ബജറ്റിലുണ്ട് എന്ന് പറയാൻ മിസ്റ്റർ അനിൽകുമാർ, വിഭവ സമാഹരണമാണ്. ഞാനൊന്ന് പറയട്ടെ, ഞാൻ പൂർണ്ണമായും പറയാം, അവർക്കൊക്കെ കൊടുത്ത സമയം തന്നാൽ മതി. അടിസ്ഥാനപരമായി ഒരു ബജറ്റ് വിഭവ സമാഹരണത്തിന് കോപ്പ് കൂട്ടണം. ഈ ബജറ്റിലെ വിഭവ സമാഹരണം എന്ന് പറയുന്നത് 1076 കോടി രൂപയാണ്. അതേ സമയത്ത് ശമ്പള പരിഷ്കരണവുമായി മാത്രം കൊടുക്കാനുള്ളത് 25,000 കോടിയാണ്. അപ്പോൾ ഈ 1076 കോടിയുടെ വിഭവ സമാഹരണം കൊണ്ട് ഒന്നും സാധിക്കില്ല, ഒരു ചുക്ക് സാധിക്കില്ല. സെപ്റ്റംബർ മാസത്തെ CAG റിപ്പോർട്ടിൽ 28,000 കോടി രൂപയുടെ നികുതി പിരിവാണ് സെപ്റ്റംബർ മാസത്തെ CAG റിപ്പോർട്ട് പറയുന്നത്. ഇനി GSTയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ 5% നികുതി പിരിവുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം 10-ന് മുകളിലും 12-ന് മുകളിലും 15%-ന് മുകളിലും പോകുമ്പോൾ ഈ കേരളത്തിൻ്റെ ബജറ്റ് പറയുന്നത് 5% പിരിച്ചു എന്നാണ് നികുതി. അതിന് കേരളം, ബാലഗോപാൽ പറയുന്നത് ലോകം മുഴുവനും മാന്യമാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. യുദ്ധത്തിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനും മാന്യമായതുകൊണ്ട് കേരളത്തിൻ്റെ GST പിരിവ് കുറഞ്ഞു എന്നാണ്. എന്നാൽ ഈ ലോകം മുഴുവനും മാന്യമാകുമ്പോഴും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വളർച്ച പുരോഗമനമാണ്, 7.3%. അപ്പോൾ ആ 7.3% എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വളർച്ച, ലോകത്തെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള നിക്ഷേപം നടത്താൻ കഴിയുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറുന്നു. ലോകത്തെ ഓഹരി കമ്പോളത്തിൽ ഹോങ്കോങ്ങിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മാറുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും 12%-വും 10-ന് മുകളിലും നികുതി പിരിക്കുമ്പോൾ ആകെ മാന്യം. ലോകത്തിൻ്റെ ഉക്രൈൻ്റെ യുദ്ധം കൊണ്ട് നികുതി പിരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഇത് CAG റിപ്പോർട്ട് സെപ്റ്റംബറിൽ വളരെ കൃത്യമായി പറഞ്ഞതാ. അത് ഈ സർക്കാരിൻ്റെ, ബാലഗോപാലിൻ്റെ വകുപ്പിൻ്റെ തകരാറുകൊണ്ടാണ് എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഈ ബജറ്റിൽ ഒരു പ്രതീക്ഷയുമില്ല, ഈ ബജറ്റ് വിഭവസമാഹരണമില്ല, ഒന്നും നടക്കാത്ത, ഒന്നും ചെയ്യാത്ത ഒരു ബജറ്റ്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ കൈയിടണ്ടേ, ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടണ്ടേ, കണ്ണിൽ പൊടിയിടണ്ടേ? അതിന് ഇപ്പോൾ സപ്ലൈകോയ്ക്ക് കൊടുക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് കൊടുക്കാനൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് ജനങ്ങളുടെ മുമ്പാകെ എന്തെങ്കിലും പറയണ്ടേ? അതിന് പറയുന്ന പേരാണ് കേന്ദ്രം തന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.